വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് ബി.എഡ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ബി.എഡ് അഡ്മിഷൻ 2025 ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇവിടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ചില വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിന് പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വിദ്യാർത്ഥികൾ കൂടി ജസ്റ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒന്നാമതായിട്ട് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജാണ്. ഇവിടെ ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യം, അതായത് അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും നേരത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാത്ത വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻ വഴി, അതായത് നിങ്ങൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് അടച്ചതിന് ശേഷം ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൽ വഴി എഡിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ കൂടി ഈ പറയുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒന്നാമതായിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് പരിശോധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നോക്കാം. അതായത് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 4-ാം തീയതി അതായത് 2/8/2025 അതായത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ 2-ാം തീയതി ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 4/8/2025 ആണ്. ഏറ്റവും അവസാനമായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് അതായത് ഒരു കോളേജിൽ 600 വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ 600 വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഏതൊക്കെ റാങ്ക് ലിസ്റ്റ് വരെ ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ കോളേജിലും ഒരു 50 സീറ്റുകളുണ്ടെങ്കിൽ ആ പറയപ്പെട്ട 50 കോളേജിൽ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു കോളേജിൽ 4-5 സീറ്റുകൾ മാത്രമേ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 5-6 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ 300, 400 അല്ലെങ്കിൽ 600 റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി ഏഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ ഉറപ്പുള്ള വിദ്യാർത്ഥികൾ ഡയറക്റ്റ് കോളേജിൽ നിന്ന് നോർമലായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് 50-ൻ്റെ ഉള്ളിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടും വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്ന് കോൾ ലഭിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഏറ്റവും മുകളിലുള്ളത് ആ കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ സാധ്യത ഉറപ്പ് വരുത്തേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. കാരണം അഥവാ കോളേജിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് നിങ്ങളെ കിട്ടിയില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അഡ്മിഷൻ ചാൻസ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾക്ക് ഏകദേശം 100 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 200 എത്രയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള കോളേജിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ സാധ്യതയുണ്ടോ ഇല്ലോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് കോളിന് വെയിറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് സാധ്യതയുള്ള കോളേജ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10 കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ 10 കോളേജിലും ആ വിദ്യാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പറയുന്ന എല്ലാ കോളേജിലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോളേജിൽ മാത്രം അഡ്മിഷൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റ് എത്രയാണെങ്കിലും ഒരു അഡ്മിഷൻ സാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് നിങ്ങൾ ഈ പറയുന്ന ദിവസങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണെങ്കിലും നിങ്ങൾക്ക് സാധ്യത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സീറ്റ് വേക്കൻസി അനുസരിച്ച് കോളേജുമായി ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇനി ടോപ്പ് ലെവൽ ഉണ്ടായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ കോൾ വിളിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ എപ്പോഴാണ് വരേണ്ടത് അത്തരത്തിൽ കാര്യങ്ങൾ എന്തൊക്കെ കാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റു യൂണിവേഴ്സിറ്റികൾ പോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് ത്രൂ ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ചെയ്യുക. ഇനി ഏറ്റവും അവസാനമായിട്ട് വിളിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ബി.എഡ് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരള PSCയുടെ അംഗീകാരമുള്ള ബി.എഡ് കേരളത്തിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള PSC ഇത് അംഗീകാരം നോക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതേപോലെ അഡ്മിഷൻ എടുക്കുവാനും വേണ്ടി വിദ്യാർത്ഥികൾ താഴെ കൊടുത്ത പേഴ്സണൽ നമ്പറിൽ ജസ്റ്റ് ബി.എഡ് അഡ്മിഷൻ ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ ബി.എഡ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.